ഹലോ ചാങ്സ്, വൈദ്യ ജിന്നാണ്. സമയം കളയാതെ പോവാം ടു കീലോങ്. ഇത് ഗുന്താർ ടൗൺ ആണ്. നമ്മൾ പാർവതി വാലിയിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് ഇവിടെ ഒരു സ്റ്റോപ്പ് ഇട്ടത്. എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് പാർവതി വാലി. അതുപോലെ ആ പോകുന്ന റോഡാണ് നേരെ പോകുന്ന റോഡ് ടു പാർവതി വാലിയാണ്. ഗുന്താറിന്ന് ബസ് കയറി നമ്മൾ നേരെ മണാലി പിടിച്ചു. ഇത് മണാലി മാൾ റോഡാണ്. രാത്രിയാകുമ്പോഴാണ് ശരിക്കും ഈ മാൾ റോഡിൻ്റെ ഒരു വൈബൊക്കെ അറിയാൻ പറ്റുള്ളൂ. തൽക്കാലം നമുക്ക് നേരെ കീലോങ് പിടിക്കാം. അടൽ ടണലിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഏകദേശം മണാലിയിൽ നിന്നൊരു 100-125 കിലോമീറ്റർ ഉണ്ട് കീലോങ് വരെ. ടണലിൽ കയറുന്ന മാതിരില്ല, ഇറങ്ങുമ്പം പുതിയൊരു ലോകമാണ്, വേറൊരു വൈബാണ്. ജോഗ്രഫി ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ് രണ്ടറ്റും തമ്മിൽ. ഇതാ നോക്കി എന്താല്ലേ. ഇത് ഞാൻ മെയ് മാസത്തിൽ പോയപ്പോഴത്തെ വീഡിയോ ആണ്. പോണ വഴിക്ക് സിസുവിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടാണ് പോയത്. സിസുവിൽ ഞാനിപ്പോൾ റൂമാണ്. ആ റൂമിൽ നിന്നുള്ള വ്യൂ ഒന്ന് നോക്കിക്കേ. ഓ എന്താല്ലേ, രാവിലെ ഉറക്കെണീക്കുമ്പോൾ ഇതുപോലത്തെ കാഴ്ചയൊക്കെ കണ്ടിരിക്കണം. സ്വർഗം തന്നെ. മെയ് മാസത്തിലൊക്കെ സ്നോഫോളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം നല്ല ഒരു 99.9% സ്നോഫോൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്നോ ഒന്നും ഫുള്ളായിട്ട് അങ്ങോട്ട് ഉരുകി തീർന്നിട്ടില്ല. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ നവംബറിലും ഒരു ട്രിപ്പ് ആയിരുന്നു, അതിൻ്റെ വിഷ്വൽസും വരുന്നുണ്ട്. ഇതൊരു ഭയങ്കര രസമുള്ള കാഴ്ച തന്നെയാണ്. നമുക്കൊന്നും അത്ര കണ്ടു പരിചയമില്ലാത്ത ഒരു അവസ്ഥ. അധിക നേരം ഇവിടെ നിൽക്കണ്ടാവാ, ബസ് പിടിച്ച് കീലോങ്ങിലേക്ക് പോവാം. ഇതാണ് കീലോങ് ബസ് സ്റ്റാൻഡ്. ഇത് കീലോങ്ങിലത്തെ നവംബറിലത്തെ വ്യൂ ആണ്. അതുകൊണ്ടാണ് മഞ്ഞൊന്നും കാണാത്തത്. മഞ്ഞ് വരാതിരിക്കുന്നേ ഉള്ളൂ. മെയ് മാസത്തിലെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതാണ് സെയിം സ്ഥലം. മെയ് മാസത്തിൽ ഇങ്ങനെ ഇരിക്കും. ഫുൾ ഇതിനെക്കാട്ടും കൂടുതൽ സ്നോ ഉണ്ടാവും കേട്ടോ, ഒരു ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക്. പക്ഷെ ആ സമയത്തൊക്കെ റോഡ് വഴിയുള്ള യാത്രയൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ആ കാണുന്നതാണ് 7 സിസ്റ്റേഴ്സ് ഓഫ് കീലോങ്. ഇത് വീണ്ടും നവംബറിൽ തന്നെയാണ്. നമ്മൾ അവിടുന്ന് ഒരു ബൈക്കൊക്കെ എടുത്ത് ഒരു റൈഡിന് ഇറങ്ങി. അതായത് കീലോങ് നിന്ന് ബൈക്ക് എടുത്തിട്ട് നമ്മളങ്ങ് ദാർച്ച വരെ പോയി. കീലോങ് ടു ദാർച്ചയുള്ള വ്യൂ ആണിത്. ഇത് ജിസ്പ എന്ന് പറഞ്ഞൊരു വില്ലേജാണ്. വെരി ബ്യൂട്ടിഫുൾ. നമുക്ക് താഴോട്ടിറങ്ങാം. ഇതിന്റെ സൈഡിൽ കൂടെയാണ് ഭാഗ നദി ഒഴുകുന്നത്. ഭയങ്കര ഒരു പനോരമിക് വ്യൂ ഉള്ള സ്ഥലമാണ്. ഇവിടെ ഒന്നും വന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാനേ തോന്നത്തില്ല. അത്രയ്ക്ക് രസമുള്ള സ്ഥലമാണ്. ഇതാണ് ഭാഗ റിവർ. തെളിഞ്ഞ അടിപൊളി വെള്ളം, പക്ഷെ കൊടും തണുപ്പാണ്. അങ്ങനെ ജിസ്പയിൽ നിന്ന് ഇറങ്ങിയതാണ് നമ്മൾ നേരെ പോകുന്നു. ആ കാണുന്നതാണ് ദാർച്ച ബ്രിഡ്ജ്. അതായത് മണാലി ലേ ഹൈവേയിലെ ലോങ്ങസ്റ്റ് ബ്രിഡ്ജാണ് ദാർച്ച ബ്രിഡ്ജ്. നമുക്കൊന്ന് കയറിയൊക്കെ എന്തായാലും വന്നല്ലേ. മതി, ഇനി നമുക്ക് തിരിച്ച് കീലോങ്ങിലേക്ക് പോവാം. ഈ റൂട്ടിൽ കൂടെ ഉള്ള ഒരു ബുള്ളറ്റ് റൈഡ് ആസ്വദിക്കണം എന്നൊരു അതിയായ ആഗ്രഹമുണ്ട്. അവിടുന്ന് ഒരു ബുള്ളറ്റ് വാടകയ്ക്ക് എടുത്ത് ഇറങ്ങിയതാണ്. പക്ഷേ പൈസ കൊടുത്താൽ കിട്ടില്ല. എത്ര പൈസ കൊടുത്താലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല. അത്രയ്ക്കും അടിപൊളിയായിരുന്നു. ഏകദേശം കീലോങ്ങിൽ നിന്നൊരു 30 കിലോമീറ്റർ ഉണ്ട് ദാർച്ചയിലേക്ക് വൺ സൈഡ്. നമ്മള് ദാർച്ച ബ്രിഡ്ജ് കവർ ചെയ്തു. ദാർച്ചയിൽ പോയി കുറച്ച് ഭക്ഷണം കഴിച്ചു. അവിടുന്ന് തിരിച്ച് അന്ന് തന്നെ കീലോങ്ങിലേക്ക് പുറപ്പെടുകയാണ്. കീലോങ്ങിന്റെയും ദാർച്ചയുടെ ഇടയിലുള്ളൊരു അതിമനോഹരമായ ഗ്രാമമാണ് ജിസ്പ. അവിടെ നമുക്ക് റിവർ സൈഡിൽ ടെന്റൊക്കെ അടിച്ച് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഈ വഴി പോകുന്നവര് വേണമെങ്കിൽ കുറച്ചു നേരം അവിടെ ടെന്റൊക്കെ അടിച്ച് താമസിക്കുന്നത് വളരെ നല്ലൊരു അനുഭൂതിയായിരിക്കും.
അങ്ങനെ തിരിച്ച് നമ്മൾ കീലോങ് ടൗണിലേക്ക് എത്താൻ പോവാണ്. ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത കീലോങ് ആയി. നമ്മൾ ബൈക്ക് റെന്റിനൊക്കെ എടുത്തത് അവിടെ തിരിച്ചു കൊടുത്തു. തിരിച്ച് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് നമുക്കൊരു ജിപ്സിയിൽ ഒരു ലിഫ്റ്റ് കിട്ടി. അവിടുത്തെ ലോക്കൽസ് ആണ്. അങ്ങനെ ലിഫ്റ്റൊക്കെ അടിച്ച് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. നവംബർ ആയതുകൊണ്ട് തന്നെ മരങ്ങളൊക്കെ ഇലപൊഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മെയ് മാസത്തെ കുറച്ച് കാഴ്ചകളിലേക്ക് പോവാം. ഇതാണ് ഞാൻ നിങ്ങൾ ഇത്രയും നേരം കണ്ട നവംബർ മാസത്തെ ആയിരുന്നു. ഇത് മെയ് മാസത്തിൽ ഞാൻ ഈ സെയിം റൂട്ട് കൂടെ യാത്ര ചെയ്തപ്പോഴുള്ള അവിടുത്തെ കാഴ്ചയാണ്. ആ സമയത്ത് ചെറുതായിട്ടൊരു മഞ്ഞുവീഴ്ച കിട്ടി എനിക്ക്, വളരെ ചെറുത്. ഇതൊരു വൈകുന്നേരത്തെ മഞ്ഞുവീഴ്ചയാണ്. അത് കഴിഞ്ഞ് തൊട്ട അടുത്ത ദിവസം രാവിലത്തെ കാഴ്ചയാണിത്. സെയിം സ്ഥലം. ആ കാണുന്നതാണ് 7 സിസ്റ്റേഴ്സ് ഓഫ് കീലോങ്, 7 മുനമ്പ് കാണുന്നത്. ഈ കാഴ്ച കണ്ടിട്ടാണ് ആക്ച്വലി അടുത്ത നവംബറിൽ ഞാൻ ബൈക്ക് കൊടുത്ത് പോയത്. ഒരു സ്വപ്നല്ലേ, പോണ്ടേ. തൽക്കാലം ഇത്രയും പോരെ. ഇനി നമുക്ക് തിരിച്ച് മണാലിയിലേക്ക് പോവാം. ബസ്സിലാണ് പോയത്. ഡൽഹിയിൽ നിന്ന് വരുന്ന സമയത്ത് ഡൽഹിയിൽ നിന്ന് വൈകുന്നേരം നിങ്ങളൊരു ബസ് എടുക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് മണാലി എത്താം. മണാലിയിൽ നിന്നൊരു 125 കിലോമീറ്റർ ഉണ്ട് കീലോങ്ങിലേക്ക്. അവിടേക്കും ബസ് കിട്ടും. അത് ആക്ച്വലി ലേയിലേക്ക് പോണ ബസ്സാണ്. അത് ഡൽഹി മുതൽ ലേ വരെയുള്ള ബസ്സൊക്കെയാണ്. ദിവസം 2-3 ബസ്സൊക്കെ നമുക്ക് കിട്ടും. ക്ലൈമറ്റിനും ഒക്കെ അനുസരിച്ച് വ്യത്യാസം വരാം. ഏതായാലും എല്ലാവരും വരിക, കാഴ്ചകളൊക്കെ കാണുക, ആസ്വദിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത സ്ഥലം എക്സ്പ്ലോർ ചെയ്യാം. താങ്ക് യു.